എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേമ. ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു എന്ന് പറഞ്ഞാൽ ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്. അന്ന് എനിക്ക് വിളവെടുക്കാൻ പറ്റിയില്ല. ഇന്നൊരു ചെറിയ വിളവെടുപ്പ്, എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ചെറിയൊരു വിളവെടുപ്പ് നടത്തിയതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ചെറിയൊരു വിളവെടുപ്പ് നടത്തുകയാണ് കേട്ടോ. ഇത് ചൊരക്കയാണ്. ചൊരക്കയ്ക്ക് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. ധാരാളം കമ്പോസ്റ്റും അതേപോലെ തന്നെ ജൈവവളങ്ങളും കൊടുത്താൽ ഒരു 3 മാസത്തോളം നമുക്ക് ഇതിനുള്ള വിളവ് കിട്ടും. ഇനിയൊരു ഓമക്കായ പഴുത്തുണ്ട്, അത് പൊട്ടിക്കട്ടാ. ഇതാ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. കയ്പ അവിടെ മരത്തിൽ കയറ്റി വിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കയ്പയ്ക്ക ഉണ്ടാവാറുണ്ട്, അധികമൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇന്ന് ഒരു കയ്പയ്ക്ക നമുക്ക് മൂത്തത് പറിച്ചെടുക്കാം. ഇത് നന്നായി മൂത്തുണ്ട്, ഇത് മുറിച്ചെടുക്കാം. അടിപൊളി. ഇതെൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടാണ്, ചെറിയ പന്തലാണ്. അപ്പോൾ ഒരേ സമയം തന്നെ ഞാൻ മത്തനും കായ്പയും കുമ്പളും ചുരക്കയും ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മത്തൻ മണ്ടുകൾ ചുരക്കയുടെ ഇലയിൽ വന്നിരിക്കാറില്ല, അതിൻ്റെ ചുരക്കയുടെ ഇല തിന്നാറില്ല. കീടശല്യം വളരെ കുറവായിരുന്നു. ഇവിടെ വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചുരക്ക, അത് ഞാൻ മുറിച്ചെടുത്ത്. ഇത് വിത്തിനെ നിർത്തിയത്, അത് ഇനി കെട്ടി തൂക്കണം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ തോട് പൊട്ടിച്ചിട്ട് നമുക്ക് വിത്തെടുക്കാം. ഈ പ്രാവശ്യം ചുരക്ക കുറേ ഉണ്ടായി, ഇത് കട്ട് ചെയ്യണം. പിന്നെ ഇതാ ഇവിടെ 2 ഉണ്ടാവണുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യാം. ഇവിടെ വലിയ ചെടിച്ചട്ടികളിലാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്തത്. അപ്പോൾ ഇത് വഴുതനയാണ്. ഇപ്പോൾ വഴുതനയും മുളകും ഒന്നും വീട്ടിലേക്ക് ആവശ്യമുള്ളത് കൊണ്ട് അത് പൊട്ടിച്ചെടുക്കും, അതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് മുറിച്ചെടുക്കാം. പിന്നെ ഇത് പച്ചമുളകാണ്, പച്ചമുളക്. ഇനി ഇത് വിത്തിന് വെച്ച വഴുതന്നെയാണ്, വിത്തിന് വെച്ചതാണ്. ഇത് മൂത്ത് പാകമായിട്ടില്ല. ഇവിടെ ഒരു 8 മണിക്കൂറോളം നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ തക്കാളി, വെണ്ട, വഴുതന, പിന്നെ തണ്ണിമത്തൻ്റെ ഒരു തൈ ഞാൻ നട്ടിട്ടുണ്ട്. അത് കായ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ കയ്പയ്ക്കയുടെ ഒരു തൈ നട്ടിട്ടുണ്ട്. കയ്പയ്ക്ക ഉണ്ടായിട്ട് അത് കാണിച്ചു തരാം. ഇവിടെ ഒരു കയ്പയ്ക്ക ഭാഗമായിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ മുറിക്കണില്ല. ഒന്നും കൂടി വലുതാവും നോക്കട്ടെ. പിന്നെ ഇതിൽ നിറച്ച് വഴുതന ഉണ്ടായിട്ടുണ്ട്, അത് കായ മൂത്തിട്ടില്ല. ഇത് ഞാൻ പ്രൂൺ ചെയ്തതാണ്. G1 G2 ഒക്കെ കട്ട് പ്രൂണിങ് നടത്തി. ഇത് ഒരു കൊലയിൽ തന്നെ 2 വീതം ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടില്ലേ? പിന്നെ ഇത് വെണ്ടയാണ്. ഇത് വേപ്പെണ്ണ കുറച്ച് കൂടിപ്പോയി സ്പ്രേ ചെയ്തത്. ഇവിടെ 2 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് ഉണ്ടാവുന്നുണ്ട്, വിരിഞ്ഞിട്ടില്ല. ഇത് നിർത്തിയതൊക്കെ തണ്ണിമത്തൻ്റെ ചെറിയ കായകളാണ്, പിടിക്കുമെന്നറിയില്ല. ഇതൊരു കുമ്പളങ്ങ. ഇത് ഞാൻ മരത്തുമ്മ കയറ്റിയതാണ്. അപ്പോൾ ഭാഗികമായ വെയിൽ കിട്ടിയാൽ മതി കുമ്പളങ്ങയ്ക്ക്. ഷെയ്ഡുള്ള സ്ഥലത്തും കുമ്പളങ്ങ ഉണ്ടാവും. ഇതിപ്പോൾ വിളവെടുപ്പ്
ഇതിപ്പോൾ മുറിച്ചെടുക്കാനായിട്ടില്ല, ഒന്നുകൂടി മൂക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഒരു 8 മണിക്കൂറോളം സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് പഴുക്കാനും നിർത്തില്ല, കാരണം നേരം വിളിച്ചാകുമ്പോൾ അണ്ണാനാണോ ഇനി എലിയാണോ എന്നറിയില്ല, ഇതൊക്കെ കടിച്ചിട്ട് താഴ്ത്തിടും. അപ്പോൾ പഴുക്കുന്നത് ഒരു കളറ് ചേഞ്ച് ആകുമ്പോഴേക്കും അത് പൊട്ടിച്ചെടുക്കും. തക്കാളി നമ്മുടെ അടുക്കളയിൽ എന്നും ആവശ്യമുള്ള പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് തക്കാളി തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടാവാറില്ല. ഇത് 2-3 എണ്ണം പൂവിടണുള്ളൂ, കുറച്ച് കായ ഉണ്ടാവുന്നുണ്ട്. ഇത് പുതിനയാണ്. ഇനി ഇതിൻ്റെ 2-3 കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ഇത് ഗ്രോ ബാഗിൽ നട്ട വേപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് അടുക്കളയിലേക്ക് വേപ്പില ആവശ്യമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അധികം ഉയരൊന്നും വെച്ചിട്ടില്ല. ഉണ്ടല്ലേ, ഇതിൻ്റെ തൊട്ട് താഴത്താണ്, പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ. ചുരക്കി, ഓമക്കായ, ഇത് 2 എണ്ണം വിത്തിനെ നിർത്തിയതാണ് കേട്ടോ. ഈ 2 എണ്ണം വിത്തിനെ നിർത്തിയതാണ്, അത് ഞാൻ മുറിച്ചെടുത്തതാണ്. ഇത് കെട്ടി തൂക്കണം. പിന്നെ കുറച്ച് തക്കാളി, വഴുതന, മത്തൻ. പിന്നെ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ. ഇത് 2 എണ്ണം വിത്തിനെ നിർത്തിയതാണ്, ചുരക്ക. പിന്നെ മത്തനും ഓമക്കായും ചുരക്കി, കുറച്ച് തക്കാളി, വഴുതനയും പച്ചമുളകൊക്കെ എന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കൊണ്ട് അതെന്നും പൊട്ടിച്ചു. പിന്നെ ഇതൊക്കെ നല്ല മൂത്ത് പഴുത്താൽ മാത്രമല്ലേ നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വിളക്കാഴ്ചയുണ്ടാവും. കൃഷി ചെയ്യാൻ ഇനി സ്ഥലമില്ല എന്ന് ആരും പറയരുത്. നമ്മുടെ വീടും പരിസരവും കൃഷിയുടെ ആക്കണം. വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടണമെങ്കിൽ ആകെ ഒരു വഴിയുള്ളൂ. നമ്മളെല്ലാവരും കർഷകരാവണം, കൃഷി ചെയ്യണം.